ഏട്ടൊന്ന് വാ ഹെൽപ്പ് ചെയ്. നീ ഒരു കാര്യം ചെയ്യും, നീ ബാഗ് ഒക്കെ എടുക്കും, ഞാൻ പോയി ചക്കയും മാങ്ങയൊക്കെ എടുത്തിട്ട് വരാം. അതെ, ആ ചെടികൾ എടുക്കുമ്പോ സൂക്ഷിക്കണേ. അച്ഛൻ കഷ്ടപ്പെട്ട് സേഫ് ആക്കി കെട്ടിപ്പൂട്ടി വെച്ചതാ അവിടെ. എന്തൊരു ഉത്തരവാദിത്തം. അതുപോലെ ചെയ്യാം മാഡം. കൊളയാക്കല്ലേ. എന്താ നീ ഇന്നലെ വരാഞ്ഞ്? ഒന്നും പറയണ്ടമ്മ, ഇവിടെ അച്ഛൻ വിടണ്ടേ. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് താമസിച്ചു. ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞ കാര്യമില്ലെന്ന്? ഇന്നലെ ഇവിടെ എന്തോരം ജോലി ഉണ്ടായിരുന്നു അറിയാമോ? ഇവിടുത്തെ തേങ്ങ മുഴുവനും പൊതിച്ച് നിനക്കും എനിക്കും എന്റെ അച്ഛന്റെ തോളും അനക്കാൻ വയ്യാതായി. അത് നിങ്ങൾ ചെയ്ത ഞാൻ വിനോദിനെ വിളിക്കാൻ പറഞ്ഞു. വിനോദിനെ വിളിച്ചിട്ട് വിനോദ് പോണെന്ന് എടുത്തില്ല. എന്നാ പിന്നെ എന്നെ വിളിച്ച് പറയണ്ടേ? അയ്യോ നീ അതിനങ്ങനെ നീ അച്ഛൻ വീട്ടിലങ്ങ് പെട്ടി കിടക്കുമല്ലയോ? ഇതെന്തോന്നാ സാമാനമൊക്കെ പൊക്കിക്കൊണ്ട് വന്നേക്കുന്നേ? അവളെ അച്ഛൻ തന്നു വിട്ടെ. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ചക്ക കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല പഴുത്ത ചക്ക. അമ്മയ്ക്ക് ഇഷ്ടമല്ലേ? പുഴുത്ത ചക്ക. നിന്റെ അച്ഛൻ 2 ദിവസമായിട്ട് ചക്ക തന്നെ കക്കൂസിന് കേറിയിട്ടില്ല. പുഴുത്ത ചക്ക വെക്കടേക്കെ അവിടെ അവിടെ ഒക്കെ അപ്പുറത്തെ ഉച്ചയ്ക്ക് കൊടുക്കാം. നീ ഒരു കാര്യം പറഞ്ഞു, അപ്പുറത്തെ ലക്ഷ്മിക്ക് അവരുടെ വീട്ടിൽ നിന്ന് 3 പവന്റെ അല്ല 5 പവന്റെ മാല കൊണ്ട് കൊടുത്തിരിക്കുന്നു. പൈസക്കാർക്ക് അങ്ങനെ പലതും ചെയ്യാം. ലക്ഷ്മിയിലെ വീട്ടുകാരെ 10 പവന്റെ മാലയാണ് കൊടുത്തേന്ന്. ആര് വന്നവര് കൊടുക്കേണ്ടത് കൊടുത്തപ്പോ പോയത് എന്താ? നീ അവന് ചെമ്മീൻ വാങ്ങിക്കാൻ പോയേക്കോ 1 കിലോ. എന്താന്നറിയാവോ, ഇന്നലെയും മിനിഞ്ഞാന്നും എല്ലാം അങ്ങ് ഇറച്ചിയാ ഇവിടെ. എപ്പോഴും ഇറച്ചി വെച്ച് മോക്ക് വല്ലതും ഉണ്ടാക്കി കൊടുക്കാൻ. 1 കിലോ ചെമ്മീനൊക്കെ എന്താ വിലയാ ഇപ്പോ? ഓ, അതൊക്കെ അവർക്ക് ഏതാണ്ട് കാര്യം വന്നോ. മോക്ക് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാ. നിന്റെ ഭാഗ്യം ഇത്രയും നല്ലൊരു മരുമോളെ കിട്ടിയത്. നമ്മുടെ വീട്ടിലുണ്ടൊരു സാമാനം, മരുമോളാണ് അത്രയും മരുമോള്. ഇതുപോലെ വൃത്തിയായിട്ട ഒരു സാധനം. സത്യം പറയണ്ടല്ലോ, അവള് വന്ന് കയറിയ ശേഷം വീട്ടിൽ ദാരിദ്ര്യമല്ലാതെ ഒന്നുമില്ല. എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി വെച്ചാലോ ഒരുമാതിരി ഉളുമ്പ് നാറ്റം. ഉഷയുടെ ഒരു ഭാഗ്യം അല്ലാതെ എന്താ പറയാ. ഞാനും വിചാരിച്ചു കേട്ടോ ആ ബന്ധത്തിന്റെ സമയത്ത്. എന്തോന്ന് വിചാരിച്ചു? ഇതുപോലെ സംസ്കാരമില്ലാത്ത ഒരു ഫാമിലി. അല്ല, ഞാനും അതാ ആലോചിച്ചേ, നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ഒരു ബന്ധം കൂടിയെന്ന്. എന്റെ പൊന്നുഷയെ വന്ന് കയറിയപ്പോഴല്ലേ അറിയത്തുള്ളൂ ഇതിന്റെയൊക്കെ ഓരോ സ്വഭാവം. തനി സ്വഭാവം എടുത്തത് എന്തോ. നീ എന്തിനാ ഇതൊക്കെ അങ്ങനെ അങ്ങ് നടത്തി കൊടുത്തത്? ആ ചെറുക്കന്റെ ചാട്ടം കണ്ടോണ്ട് ഞാൻ നടത്തി കൊടുത്തതാ. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന പാട് കഴിച്ചിട്ടും തൂപ്പാനും വയ്യ, മധുരിച്ചിട്ടും ഇറക്കാനും പറ്റാത്ത ഒരു അവസ്ഥയായി പോയേക്കോ. ചെറുക്കനെ അടിച്ച് കൊന്നാലോന്ന് ഞാൻ ആലോചിക്കും.